ദൈവനാമം മഹത്വപ്പെടട്ടെ. ദിവ്യബോധനം പഠിതാക്കളെ, ബുക്ക് നമ്പർ 14, ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമേനി എഴുതിയത് ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ മാർത്തോമ മാത്യൂസ് തിരുമേൻ കാതോലിക്ക ബാബ. നിത്യജീവന് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 യൂണിറ്റുകളാണ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മനുഷ്യനും രക്ഷയും. അതിൽ പാഠം 1, മനുഷ്യൻ്റെ ഉൽപ്പത്തി, സ്വഭാവം, മൗലിക അവസ്ഥ. ഒന്നാമത്തെ ചോദ്യം അതിൽ നിന്ന് ഉദിക്കുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണത്തിൻ്റെ കാതലായ ഊന്നൽ എന്താണ്? ദൈവവുമായി കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ എന്നതാണ് ആൻസർ. മനുഷ്യപ്രകൃതിയുടെ ഘടകങ്ങൾ ഏവ? ദേഹം, ദേഹി, ആത്മാവ് ആണ്. അല്പം കൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലെ മണ്ണുകൊണ്ട് മനയപ്പെട്ടു, ശരീരസ്ഥനായ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം അവൻ്റെ മൂക്കിൽ ദിവ്യശ്വാസം ഊതിയപ്പോൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന് അവൻ്റെ ഉണ്മയുടെ ദേഹി ഘടകങ്ങൾ വ്യക്തമാക്കി സഭാപ്രസംഗി 12:7 പറയുന്നുണ്ട്. മത്തായി 10:28 ലൂക്കോസ് 8:55 2 കൊരിന്ത്യർ 5:1 മുതൽ 8 വരെയുള്ള ഭാഗവും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 24 വരെയും എബ്രായർക്ക് എഴുതിയ ലേഖനം 12 മുതൽ 9 വരെയുള്ള വേദഭാഗം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ത് ആണ്? താണവർഗത്തിലുള്ള ജീവികൾക്ക് ദീർഘകാല ഘടകങ്ങളിലായി സ്വാഭാവികമായി സംഭവിച്ച വ്യതിയാനത്തിൻ്റെ പരിണിത ഫലമാണ് മനുഷ്യൻ എന്നാണ് ഡാർവിൻ്റെ സിദ്ധാന്തം പറയുന്നത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഉള്ള ക്രിസ്തീയ വീക്ഷണം എന്താണ്? വിശുദ്ധ വേദപുസ്തക സത്യത്തിന് ഘടകവിരുദ്ധമായ സിദ്ധാന്തം എന്നുള്ളതാണ് പ്രഥമമായി പറയുവാനുള്ളത്. മനുഷ്യൻ ദൈവത്തിൻ്റെ നേരിട്ടുള്ളതും പ്രത്യേകവുമായ ഒരു സൃഷ്ടിയാണെന്ന് വേദപുസ്തകം വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. ഉൽപ്പത്തി 3:19, സഭാപ്രസംഗി 3:19-20 എന്നും സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, 1 കൊരിന്ത്യർ 15:39 എന്നും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്കും ജീവനെ തരുന്നു, യോബ് 33:4 എന്നും ദൈവ രൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, ഉൽപ്പത്തി 1:26-27 എന്നുമുള്ളതായ വേദപുസ്തക സാക്ഷ്യങ്ങൾ മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും ബുദ്ധിപരമായ, സന്മാർഗികമായും മതപരമായും വ്യത്യസ്തനായി അവയ്ക്കെല്ലാം അധിപനായി ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണിക്കുന്നുണ്ട്. 5-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. അപ്പോസ്തലപ്രവൃത്തികൾ 17:26 ആരെ എവിടെ വെച്ച് പറഞ്ഞു എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്. പൗലോസ് ശ്ലീഹ അഥേനയിലെ അരയോപക മധ്യേ എന്നാണ് പറയുന്നത്. അതായത് പൗലോസ് ശ്ലീഹ അഥേനയിലെ അരയോപക മധ്യേ ആണ് ഇത് പറഞ്ഞത്. 6-ാമത്തെ ക്വസ്റ്റ്യൻ ദ്വഭാഗ്യത്വം യാ ഡിച്ചോട്ടോമി എന്നാൽ എന്ത്? മനുഷ്യപ്രകൃതിയുടെ ഘടകങ്ങളിൽ മനുഷ്യനും ശരീരവും ആത്മാവ് എന്നീ 2 ഘടകങ്ങളുണ്ടെന്ന് ക്രിസ്തീയ വീക്ഷണത്തിൽ സാധാരണയായി പറയുന്നു. ഇതിനെ ദ്വിഭാഗികത്വം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭാഗികത്വം ട്രിച്ചോട്ടോമി എന്നാൽ എന്ത് എന്നതാണ്. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉണ്ട് എന്ന ക്രിസ്തീയ വീക്ഷണവും
ഇതിനെ എടുത്തു പറയുന്നത്. ഇതിനെ ത്രിഭാഗികത്വം എന്ന് വിളിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രിഭാഗിക ചിന്തയുടെ ഉറവിടം ഏത്? ത്രിഭാഗിക ചിന്തയുടെ ഉറവിടം യവന തത്വചിന്തയാണ്. ഒൻപതാമത്തെ ചോദ്യം ദ്വിഭാഗിക ചിന്താഗതിയുടെ അടിസ്ഥാനം. പൗരസ്ത്യ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ചും അലക്സാന്ദ്രിയയിലെ സഭാപിതാക്കന്മാരിലാണ് ഈ ചിന്താഗതി പ്രബലമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്തീനോസിന്റെ മനഃശാസ്ത്രമാണ് ദ്വിഭാഗിക ചിന്താഗതിക്കാരുടെ അടിസ്ഥാനം എന്നും നമുക്ക് ഇവിടെ മനസ്സിലാകും. 10ാമത്തെ ചോദ്യം മനുഷ്യന്റെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മനുഷ്യന്റെ ശരീരവും ആത്മാവും ദേഹിയും കൂടിയുള്ള ഐക്യരൂപത്തിലാണ് മനുഷ്യന്റെ വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തെ ചോദ്യം മനുഷ്യനെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ത് എന്നാണ് അടുത്തത്. ദേഹിയും ആത്മാവും ശരീരത്തിൽ കൂടിയാണ് സ്പഷ്ടമാകപ്പെടുന്നത്. ഇപ്രകാരം വ്യക്തിത്വത്തിന്റെ പൂർണ്ണത എന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അടുത്തത് പാഠം 2. അതിനെക്കുറിച്ച് അടുത്ത വോയിസ് ക്ലിപ്പിൽ ഇടുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. DDC ബുക്ക് നമ്പർ 14 പാഠം 2 മനുഷ്യന്റെ ദൈവ സ്വരൂപം. 12ാമത്തെ ചോദ്യം യഹൂദന്മാരുടെ ആധികാരിക ഗ്രന്ഥമായ തൽമൂദിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്താ? മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം എന്നാണ് അതിൽ പറയുന്നത്. 13ാമത്തെ ചോദ്യം ജീവനുള്ള മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ സഭാപിതാവ് ആര്? എറേനിയോസ്. ചോദ്യം 14 മനുഷ്യനിലെ ദൈവസ്വരൂപത്തിന്റെ 6 ദൃശ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പഠിപ്പിക്കുന്നത്? 1-ാമത്തേത് സ്വാതന്ത്ര്യം, 2-ാമത്തേത് അധീശത്വം, 3-ാമത്തേത് പുത്രത്വം, 4-ാമത്തേത് വിശുദ്ധി, 5-ാമത്തേത് വിവേക ശക്തി, 6-ാമത്തേത് അദ്വൈതത്വം. പേജ് നമ്പർ 15 ഇത് നമുക്ക് കാണാം. പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ കാതലായ പഠിപ്പിക്കൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. 15ാമത്തെ ചോദ്യമാണ് ഇത്. നാം ദൈവത്തിൽ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവന്റെ സ്വഭാവത്തോട് നമുക്ക് ബന്ധമുള്ളവരും അവനോടും സംസർഗം ചെയ്യുന്നവരുമാണെന്നുള്ള പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ കാതലായ പഠിപ്പിക്കലാണ് പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ കാതലായ പഠിപ്പിക്കൽ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവികനാകുന്നതിനാണ് എന്ന് പറഞ്ഞത് ആര്? അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യോസ് ആണ്. ഹൈന്ദവ ദർശനത്തിൽ താതാത്മ്യം എന്ന വീക്ഷണം എന്നത് എന്ത് ആണ്? ഹൈന്ദവ വീക്ഷണത്തിൽ മനുഷ്യനിലെ ജീവാത്മാവ് പരമാത്മാവിനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ചോദ്യം 18 ഗ്രീക്ക് വേദശാസ്ത്രത്തിൽ
തൃത്വ സ്വരൂപത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ബഹുത്വ സൂചന പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ തൃത്വ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തൃത്വത്തെ കുറിക്കുന്നതാണെന്നും ആയതിനാൽ മനുഷ്യനിലുള്ള ദൈവസ്വരൂപവും സാദൃശ്യവും തൃത്വസ്വരൂപവും സാദൃശ്യവുമാണെന്ന് ഗ്രീക്ക് വേദശാസ്ത്രത്തിൽ കാണുന്നു. 19-ാമത്തെ ചോദ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും സാദൃശ്യത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞ പിതാക്കന്മാർ ആരൊക്കെയാണ്? ടാറ്റിയാനും തൊർത്തുല്യനും അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യൂസും ആണ് അത് പറഞ്ഞത്. അടുത്തത് 20-ാമത്തെ ചോദ്യം. സ്വരൂപത്തെയും സാദൃശ്യത്വത്തെയും കുറിച്ച് പൗരസ്ത്യ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? ദൈവസ്വരൂപം എന്നത് സർവ നന്മകളിലും ദൈവത്തിൽ ജീവിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവാണെന്നും സാദൃശ്യം എന്ന് പറയുന്നത് ഈ കഴിവിൻ്റെ യാഥാർത്ഥീകരണമാണെന്നും പൗരസ്ത്യ വേദശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 21-ാമത്തെ ചോദ്യം. ഓറിഗനും ഐറേനിയസും സ്വരൂപത്തെക്കുറിച്ചും സാദൃശ്യത്തെക്കുറിച്ചും പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്വരൂപം ജന്മന അവന് ലഭിക്കുന്നുവെന്നും സാദൃശ്യം അവൻ്റെ ആത്മീയ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നതിനാൽ കൈവരിക്കുന്നതുമാണെന്ന് ഓറിഗനും ഐറേനിയസും അഭിപ്രായപ്പെടുന്നു. 22-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യനെ ദൈവ തേജസ്സിലേക്ക് നയിക്കുന്നത് എന്താണ്? വിശുദ്ധിയാണ്, വേദശാസ്ത്രമല്ല എന്ന് ഈ പുസ്തകം എടുത്തു പറയുന്നു. 23-ാമത്തെ ചോദ്യം. ദൈവസ്വരൂപത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ദൈവപരിജ്ഞാനം, മനുഷ്യവർഗത്തിൻ്റെ ഏകയോജ്യ സ്വഭാവം, സ്വാതന്ത്ര്യ അനുഭവത്തിനുള്ള ജീവിതം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 24-ാമത്തെ ചോദ്യം. മനുഷ്യനിലെ സ്വാതന്ത്ര്യം എന്നാൽ എന്ത്? മനുഷ്യനിലെ സ്വാതന്ത്ര്യം എന്നാൽ എന്ത്? ആത്മീക ലോകത്തിലേക്ക് മുമ്പോട്ട് കുതിക്കുമ്പോൾ തന്നെ ഭൗതിക ലോകത്തിലേക്ക് പിറകോട്ട് പിടിച്ച് വലിക്കുന്ന എതിർ ശക്തിയുടെ ഇടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് മനുഷ്യനിലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അടുത്തത് 25-ാമത്തെ ചോദ്യം. മനുഷ്യനിലെ ദൈവസ്വരൂപത്തിന്റെ സാംഗത്യം ഏതൊക്കെ? ഒന്ന്, മനുഷ്യന്റെ സൃഷ്ടിയുടെ മേൽ വാഴുവാനുള്ളവനാണ്. രണ്ടാമത്തത്, മനുഷ്യൻ സർവ നന്മകളുടെയും സാധ്യത ഉൾക്കൊള്ളുന്നവനാണ്. മൂന്നാമത്തത്, ദൈവം സ്നേഹമാണ് എന്നത് അവന് അറിയാം. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് പ്രകൃതിദത്തമായി ആയുധങ്ങളോ സംരക്ഷണം നൽകുന്ന ആവരണങ്ങളോ ഇല്ല എന്നുള്ളതും ഈ ഭാഗത്ത് എടുത്ത് പറയുന്നു. മനുഷ്യൻ നിവർന്നു നേരെ നടക്കുന്നവനാണ്. ആറാമത്തത്, മനുഷ്യനും മനസ്സും യുക്തിയുമുണ്ട്. ഏഴാമത്തത്, മനുഷ്യന്റെ മനസ്സ് അവന്റെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം പ്രവർത്തിക്കുന്നു. എട്ടാമത്തത്, മനുഷ്യൻ വിശ്വാസത്തിൽ ഒരു സംഗൃഹീത രൂപമാണെന്ന പുരാതന ദാർശനിക വിശ്വാസം അവഗണിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അടുത്തത് പാഠം 3. അടുത്ത വോയിസ് ക്ലിപ്പിൽ ഇടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. DDCയുടെ ബുക്ക് നമ്പർ 14, പാഠം 3, യൂണിറ്റ് 1, പാപം. 26-ാമത്തെ ചോദ്യം. പാപത്തിന്റെ ഉത്ഭവത്തിന്റെ കാരണം എന്താണ്? ദൈവം തന്നിലെ കേന്ദ്രമാക്കി ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു തന്നെ കേന്ദ്രമാക്കി
തന്നിൽ പ്രതീക്ഷിച്ചതാണ് പാപത്തിന്റെ ഉത്ഭവത്തിന്റെ കാരണം എന്ന് ഈ പുസ്തകം പറയുന്നു. 27-ാമത്തെ ചോദ്യം, വിശുദ്ധ പൗലോസ്ലീഹായുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പാപത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കാൾ പാപമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് മനുഷ്യനെ തിരിക്കുക എന്നതായിരുന്നു വിശുദ്ധ പൗലോസ്ലീഹായുടെ ലക്ഷ്യം. 28-ാമത്തെ ചോദ്യം, മഹത്വ നീലയങ്കിയുടെ ഉരിഞ്ഞുകളയൽ എന്ന് പരിശുദ്ധ അബ്രേം ഉപമിക്കുന്നത് എന്തിനെ ആണ്? 28-ാമത്തേത്, സൃഷ്ടി ശക്തിയുമുള്ളവനാകയാൽ അവൻ മാറ്റത്തിന് വിധേയനാണ്. ഈ സാധ്യത പാപത്തിന് നിദാനമായി തീരുന്നു. ഈ മാറ്റത്തിന്റെ അഭാവത്തെ മഹത്വ നീലങ്കിയുടെ ഉരിഞ്ഞുകളയൽ എന്ന് പരിശുദ്ധനായ അബ്രേം ഉപമിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം 29-ാമത്തേതാണ്. പാപത്താലുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ശിഥിലീകരണം ആരംഭിക്കുന്നത്. പാപത്താലുള്ള മനുഷ്യ സ്വഭാവത്തിന്റെ ശിഥിലീകരണം ശരീരത്തിലല്ല ആത്മാവിലാണ് ആരംഭിച്ചത് എന്ന് മർക്കോസ് എവൻഗേലിയോസ്യുടെ സുവിശേഷം 7-ാം അധ്യായം 21 പറയുന്നുണ്ട്. അടുത്തത് 30-ാമത്തെ ചോദ്യം, പാപവീഴ്ചയിൽ ഉൾപ്പെടുന്ന മനുഷ്യന്റെ സ്വഭാവത്തിന് ചില പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നു. ഏതെല്ലാം എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തത്, വീഴ്ചയിൽ ഉൾപ്പെടുന്ന മനുഷ്യന്റെ സ്വഭാവത്തിന് ചില പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നു. അവനിലെ ദൈവസ്വരൂപം വികലമാക്കപ്പെട്ട് അവൻ ഒരു വികല ചിത്രമായിത്തീരുന്നു. വെടിപ്പില്ലായ്മയെക്കുറിച്ചുള്ള മനസാക്ഷിയാൽ അവൻ അശുദ്ധനായിത്തീരുന്നു. ദൈവകൽപ്പനയെ ലംഘിച്ചതിനുള്ള കുറ്റബോധം അവനെ ഭരിക്കുന്നു. മനുഷ്യനും ദൈവവുമായും മനുഷ്യനുമായുമുള്ള ബന്ധങ്ങൾ യഥാക്രമം പുത്ര സഹോദരാവസ്ഥയിൽ നിന്ന് ശത്രുതയിലേക്ക് മാറുന്നു. നന്മ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം തിന്മയുടെ അടിമത്വത്തിലേക്ക് വികൃതമാക്കപ്പെടുന്നു. മനുഷ്യൻ അവന്റെ പാപത്തെ വെറുക്കുന്നതിന് പകരം തിന്മയെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് അവന്റെ ഇച്ഛാശക്തി ദുഷിക്കപ്പെടുന്നു. വിശുദ്ധി, അദ്രവത്വം, അമർത്യത എന്നീ ചിറവുകൾ നഷ്ടപ്പെട്ട് ഭോഗങ്ങളാകുന്ന ഭാരത്താൽ ദൈവസാദൃശ്യത്തിലേക്ക് പകർന്നുവരുവാൻ ബന്ധപ്പെട്ടു കഴിയേണ്ടി വരുന്നു. സമ്പൂർണ്ണ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്ന ആത്മീയ അന്ധതയും ദൗർബല്യവും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തത് പാഠം 4, വിശ്വാസം, പ്രവൃത്തി, കൃപ. ചോദ്യം 31, ക്രൈസ്തവ രക്ഷാ സിദ്ധാന്തത്തിൽ പരസ്പര ബന്ധമുള്ള 3 പ്രധാന തത്വങ്ങൾ ഏവ? 1 വിശ്വാസം, 2 പ്രവൃത്തി, 3 കൃപ. 32-ാമത്തെ ചോദ്യം, വിശ്വാസത്തിന്റെ പരിണിത ഫലം പ്രത്യാശ. അത് ആത്മാവിന്റെ നങ്കൂരമാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദ്യം 33, എന്താണ് പാരമ്പര്യ വിശ്വാസം? പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിച്ച സഭയുടെ പിതാക്കന്മാർ മുഖാന്തരം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ലിഖിതവും അലിഖിതവുമായ നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള സത്യങ്ങളാണ് പാരമ്പര്യ വിശ്വാസം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചോദ്യം നമ്പർ 34, ഹൃദയംഗമായ വിശ്വാസം എന്നാൽ എന്ത്? പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ നശിച്ചു പോകുന്ന വിശ്വാസമല്ല, പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്കതീതമായി ദൈവത്തിൽ പൂർണ്ണ സമർപ്പണം നടത്തുകയാണ് ഹൃദയംഗമായ വിശ്വാസമെന്ന് ഈ പുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്തത് ചോദ്യം 35, വിശ്വാസത്തിന്റെ വിഷയം എന്താണ് എന്നാണ് കൈസരിയയിലെ ബസേലിയോസ് പറയുന്നത്. ദൈവം തന്നെയാണ് വിശ്വാസത്തിന്റെ വിഷയമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ പശ്ചാത്തലം എന്ത്? ദൈവവചനം ആണ്. 38-ാമത്തെ ചോദ്യം, കാതോലിക സഭകൾ വിശ്വാസത്തിന്റെ ആധാരമായി കാണുന്നത് എന്ത്? സഭ ആണ് കാതോലിക സഭകളിൽ വിശ്വാസത്തിന്റെ ആധാരമായി കാണുന്നത്. ചോദ്യം 39,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നുവെന്ന് പഠിപ്പിച്ച അപ്പോസ്തലൻ യാക്കോബ് ശ്ലീഹ യാക്കോബ് 2-ാം അധ്യായം 26-ാം വാക്യം ഇത് പറയുന്നുണ്ട്. പേജ് നമ്പർ 30 ഇതിന്റെ റെഫറൻസ് നമുക്ക് ലഭിക്കും. ചോദ്യം 40. ഏത് നന്മ പ്രവൃത്തിയും വിശ്വാസമാക്കുന്ന ജീവനില്ല എങ്കിൽ ശോഷിച്ച കാലുകൾക്ക് തുല്യമെന്ന് പറഞ്ഞ പിതാവ് ആര്? മാബൂഗിലെ വിശുദ്ധ പീലക്സിനോസ് ആണ് ഈ കാര്യം പറഞ്ഞത്. അതായത് ഏത് നന്മ പ്രവൃത്തിയും വിശ്വാസമാക്കുന്ന ജീവനില്ല എങ്കിൽ ശോഷിച്ച കാലുകൾക്ക് തുല്യമെന്ന് പറഞ്ഞ പിതാവാണ് മാബൂഗിലെ വിശുദ്ധ പീലക്സിനോസ്. ചോദ്യം 41. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ എന്ന് പറഞ്ഞതാര്? യോഹന്നാൻ സ്നാപകനാണ് പറഞ്ഞത്. മർക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ലും ലൂക്കോസ് 3:8-ലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവമഹത്വത്തിനായി തങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഉണ്ടാവണമെന്നും ദൈവത്തിന്റെ ഇഷ്ടം യഥാർത്ഥമായി ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നും പഠിപ്പിച്ചത് ആര്? യേശുക്രിസ്തു ആണ് ഇത് പഠിപ്പിച്ചത്. മർക്കോസ് അതിന്റെ സുവിശേഷം 5-ാം അധ്യായം 16-ലും 7-ാം അധ്യായം 22-ലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളുടെ അവസാന ഭാഗത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതായത് ക്രിസ്തീയ സന്മാർഗ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് എല്ലാ ലേഖനങ്ങളുടെയും അവസാന ഭാഗത്തിൽ നമുക്ക് സവിശേഷതയായി കാണുവാൻ സാധിക്കുന്നത്. ചോദ്യം 44. ദൈവകൃപയുടെ മറ്റെല്ലാ ദാനങ്ങളെക്കാളും ഉന്നതമായി ദൈവം മനുഷ്യന് മാത്രമായി ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? അത് സ്വാതന്ത്ര്യം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തത് പാഠം 5 യൂണിറ്റ് 1. അത് അടുത്ത വോയിസ് ക്ലിപ്പിൽ ഇടാൻ ദൈവത്തിൽ ശരണപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി. DDC ബുക്ക് നമ്പർ 14 യൂണിറ്റ് 1 പാഠം 5 മനുഷ്യ സ്വാതന്ത്ര്യവും രക്ഷയും. ചോദ്യം നമ്പർ 45. തിന്മയ്ക്ക് ഒരു ഉണ്മ ഉണ്ട് എന്ന് ശഠിച്ചവർ. 3-ാം നൂറ്റാണ്ടിലെ മാനിക്കേയർ ആണ് തിന്മയ്ക്ക് ഒരു ഉണ്മ ഉണ്ട് എന്ന് ശഠിച്ചവർ. സാൻമാർഗിക തിന്മകൾ ഏതെല്ലാം? പാപം, അധർമ്മം, അനീതി. പേജ് നമ്പർ 34-ൽ അത് പറയുന്നുണ്ട്. എന്തിന്റെ ഫലമാണ് തിന്മയെ മാനിക്കേയർ വാദിക്കുന്നത്? എന്തിന്റെ ഫലമാണ് തിന്മയെന്ന് മാനിക്കേയർ വാദിക്കുന്നത്? ദുഷ്ടത ദൈവത്തിന്റെ ഇച്ഛയുടെ ഫലമെന്നാണ് അവർ വാദിക്കുന്നത്. സ്നേഹകീർത്തനത്തിൽ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നത് എന്ത്? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ചോദ്യം 49. രക്ഷയിൽ വളരുന്ന ക്രിസ്ത്യാനിക്ക് നൽകുന്ന പ്രചോദനം എന്ത് എന്ന് ഉള്ളതാണ് അടുത്ത ചോദ്യം. 49-ാമത്തേത്. ഈ പുരോഗമനം അഥവാ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയാണ് രക്ഷയുടെ മാർഗവും ക്രിസ്തുവിൽ ജീവോത്സവമായി നടക്കുന്ന അനുഭവം എന്ന് ഇതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു. കൊരിന്ത്യർ 2:14. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞുപോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്നത് രക്ഷയിൽ വളരുന്ന ക്രിസ്ത്യാനിക്ക് പ്രചോദനം നൽകുന്ന നിലയാണ് എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. അതായത് രക്ഷയിൽ വളരുന്ന ക്രിസ്ത്യാനിക്ക് നൽകുന്ന പ്രചോദനമാണ് ഇവിടെ പറയുന്നത്. അടുത്തത് പാഠം 6 വീണ്ടെടുപ്പ്, പുനർജീവനം, ദൈവീകരണം. ചോദ്യം 50. മറുവിലയായി കൊടുക്കുക അഥവാ വീണ്ടെടുക്കുക എന്ന് സുവിശേഷത്തിൽ 2
വാക്യങ്ങളിൽ കാണുന്നു. ഏതൊക്കെ? മത്തായി 20:28 മർക്കോസ് 10:45 ആണ് ഇത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ചോദ്യം 51. യെശയ്യാവ് 53:6 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമ്മുടെ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള പ്രവചനം അന്വർത്ഥമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചോദ്യം 52. ക്രിസ്തു തന്റെ രക്തം മറുവിലയായി ആർക്ക് കൊടുത്തു എന്നാണ് മുൻ സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യവർഗത്തെ പാപത്തിന്റെ അടിമത്വത്തിൽ ഇട്ടിരിക്കുന്ന പിശാചിന് തന്റെ രക്തം മറുവിലയായി നൽകിയെന്നും, അതല്ല മനുഷ്യന്റെ പാപം കോപിച്ചിരിക്കുന്ന പിതാവാം ദൈവത്തിനും ദൈവവുമായി നിരപ്പാകുക എന്ന നീതി നടപ്പാക്കുകയായിരുന്നുവെന്നും മറ്റും മുൻ സഭാപിതാക്കന്മാർ വിശദീകരണം നൽകുന്നുണ്ട്. അടുത്തത് ചോദ്യം 53. വേദപുസ്തകം നൽകുന്ന സത്യം ക്രിസ്തുവിന്റെ രക്തം മറുവിലയായി ആർക്ക് കൊടുത്തു എന്നതാണ്. വേദപുസ്തകം നൽകുന്ന സത്യം ഇതാണ്: ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി തീർന്ന ക്രിസ്തു മനുഷ്യനായി എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ കൊടുത്തുവെന്ന് 1 തിമോത്തിയോസ് 2:6 പറയുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് മറുവില ക്രിസ്തു തന്നെയാണെന്നും അത് മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവമുമ്പാകെയുള്ള മധ്യസ്ഥതയാകുന്നുവെന്നും വ്യക്തമാണല്ലോ എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചോദ്യം 54. സഭയിലേക്കുള്ള പ്രവേശനം എങ്ങനെ നിർവഹിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാമോദീസയിലൂടെയാണ് സഭയിലേക്കുള്ള പ്രവേശനം നിർവഹിക്കേണ്ടത്. മാമോദീസ എന്നാൽ എന്ത് എന്ന അടുത്ത ചോദ്യത്തിന് മറുപടി: യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രഘോഷിക്കുന്നതാണ് മാമോദീസ. ചോദ്യം 56. അബ്രഹാമും ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ പരിച്ഛേദനയാണ്. 57-ാമത്തെ ചോദ്യം: പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണം മാമോദീസ ഉദാശയിൽ പൂർത്തി ആകുന്നത് എങ്ങനെ? വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ എന്നാണ് അതിന്റെ ഉത്തരം. ചോദ്യം 58. വിശുദ്ധ സഭയിലേക്കുള്ള പ്രവേശനത്തിൽ വരുമ്പോൾ അതിന്റെ പൂർണ്ണ അംഗത്വം നേടുന്നതിനായി എന്താണ് നാം ചെയ്യേണ്ടത്? വിശുദ്ധ കുർബാന അനുഭവമാണ് എന്ന് പേജ് നമ്പർ 44 പറയുന്നു. ക്രിസ്തീയ പുനർജീവന്റെ അടിസ്ഥാന പടി എന്താണ്? ഒന്നാമത്തേത് മാമോദീസ, രണ്ടാമത്തേത് മൂറോൻ അഭിഷേകം, മൂന്നാമത്തേത് വിശുദ്ധ കുർബാന. ചോദ്യം 60. ദൈവം മനുഷ്യനായി തീർന്നു. മനുഷ്യൻ ദൈവമായി തീർന്നതിനാണെന്നുള്ളതാണ് എന്ന പ്രസ്താവന ഇറക്കിയതാര്? അതായത് ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യൻ ദൈവമായി തീരുന്നതിനാണെന്ന് പ്രസ്താവന ഇറക്കിയത് ആര്? അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസ്യോസ്. മനുഷ്യന്റെ ദൈവീകരണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഇതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യം 61. ദൈവവുമായുള്ള ഐക്യം